പാതാളക്കരണ്ടിയും മുങ്ങാങ്കോഴിയും തമ്മിൽ എന്താണ് ബന്ധം? കിണറ്റിൽ വീണുപോയ ഏത് സാധനവും കിണറ്റിൽ ഇറങ്ങാതെ തിരിച്ചെടുക്കാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനമുള്ള ഉപകരണമാണ് പാതാളക്കരണ്ടി. കിണറുകൾ ശുദ്ധജല സ്രോതസ്സുകളായിരുന്ന കാലത്ത് പാതാളക്കരണ്ടിക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. തൊഴിൽ തിന്നുന്ന യന്ത്ര ഭീകരനായ അതായത് കമ്മ്യൂണിസ്റ്റുകാർ കമ്പ്യൂട്ടറിനെ കുറിച്ച് പ്രചരിപ്പിച്ചത്. കമ്പ്യൂട്ടറുകളുടെ വരവ് തൊഴിൽ സംസ്കാരം മാറ്റിയതുപോലെ കാലം മാറി. ജപ്പാൻ കുടിവെള്ള പദ്ധതികൾ പോലുള്ളവ വന്നപ്പോൾ പാതാളക്കരണ്ടിയും കിണറും കഥാവശേഷരാവുകയാണ്. മുങ്ങാങ്കോഴി OV വിജയന്റെ പ്രസിദ്ധമായ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ്. ചക്രു റാവുത്തർ എന്നാണ് ശരിപ്പേര്. കിണറുകളിൽ വീണു പോകുന്നവ വീണ്ടെടുക്കാൻ സമർത്ഥൻ, നാട്ടുകാരുടെ ആശയം. ഖസാക്കിലെ കഥാപാത്രങ്ങളിൽ വിജയൻ തന്റെ ആത്മീയപരി ആവിഷ്കരിക്കുന്നത് ഈ കഥാപാത്രത്തിൽ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായി തുടങ്ങി കടുത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ വിമർശകനായി മാറി ആത്മീയ സാക്ഷാത്കാര വഴിയിലെത്തിയ OV വിജയൻ പക്ഷേ മുങ്ങാങ്കോഴിക്ക് കമ്മ്യൂണിസ്റ്റ് നിറം ചേർത്തില്ല. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ചെടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് പോലെ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാട് കയറിക്കൊണ്ടിരിക്കുക. പച്ച കമ്മ്യൂണിസത്തിന് ഇക്കാലത്ത് പടർപ്പ് കൂടുന്നുവെന്നത് മറ്റൊരു രസകരമായ നിരീക്ഷണം. അവിടെ MV രാഘവൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ രാഷ്ട്രീയ അസ്തിത്വം തെളിഞ്ഞു വരും. അതിലേക്ക് കൂടുതൽ ടോർച്ച് തെളിക്കാൻ ഒരു മകൻ ഒരു കിണറിലേക്ക് ചാടുന്നു. ചിലപ്പോൾ ഈ വിരുദ്ധ പ്രവർത്തനങ്ങളും സവിശേഷമാകുമല്ലോ. MV രാഘവൻ CPM-ന്റെ സമുന്നത നേതാവായിരുന്നു. തത്വത്തിലും പ്രയോഗത്തിലും ബുദ്ധിയിലും കായബലത്തിലും പാർട്ടിയുടെ നെടും തൂണായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എതിരാളികളെന്ന് കരുതിയിരുന്നവരെ എല്ലാ അർത്ഥത്തിലും വിറപ്പിച്ച സഖാവ്. തേങ്ങാ ബോംബുകൾക്ക് ആ പാർട്ടി ആദ്യം വിത്തിട്ട കാലത്ത് MVR ഒക്കെ ആയിരുന്നു പ്രധാന വിദഗ്ധർ. അതേസമയം പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയം മുൻകൂട്ടി കാണാൻ കഴിവുള്ളയാളും ശരിയെന്ന് തോന്നുന്നത് ഏത് EMSന്റെയും മുഖത്തു നോക്കി പറയാൻ മടിയില്ലാത്ത ആളുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായുള്ള ചങ്ങാത്തം ഉൾപ്പെടെ വിഭാവനം ചെയ്യുന്ന ബദൽ രേഖയുടെ പേരിലാണ് രാഘവൻ ഉൾപ്പെടെ ചില പ്രമുഖർ 86-ൽ പാർട്ടിക്ക് പുറത്തായത്. അന്ന് രാഘവൻ ഒപ്പം നിന്ന EK നായനാർ അവസാന നിമിഷം മറുകണ്ഠം ചാടിയെന്നത് ചരിത്രം. രാഘവൻ പുതിയ പാർട്ടി ഉണ്ടാക്കി, CMP. രാഘവനെ തുണച്ചത് മുസ്ലിം ലീഗും K കരുണാകരനുമായിരുന്നു. രാഘവൻ അങ്ങനെ CPM-നെ വെല്ലുവിളിച്ച് സഹാക്കളിലെ വിജയിച്ച സഖാവായി. ഇന്നിപ്പോൾ CPM നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നതും രഹസ്യമായി നടപ്പിലാക്കുന്നതും അന്നത്തെ രാഘവന്റെ ബദൽ രേഖ നയതന്ത്രങ്ങളാണ്. കേരള കോൺഗ്രസ് CPM-ന്റെ സഖ്യകക്ഷിയായി. പക്ഷേ ശക്തമായിരുന്ന CPM ഇന്ന് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. ലീഗിനെ താങ്ങാൻ CPM-ന് കഴിയാത്ത അവസ്ഥയിൽ. ഈ സമയത്താണ് MV രാഘവന്റെ മകൻ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ CPM പ്രവർത്തനത്തിൽ സജീവമായി പങ്കുചേരാൻ തൊഴിൽ പൂർണ്ണമായും വിട്ടതായി പ്രഖ്യാപിക്കുന്നത്. നികേഷ് ഒരിക്കൽ CPM-ന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിരുന്നു. അന്ന് പ്രചാരണ വേളകളിൽ കുടിവെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാൻ കിണറ്റിലിറങ്ങിയ സംഭവം എക്കാലത്തെയും തിരഞ്ഞെടുപ്പ് പ്രചാരണ രാഷ്ട്രീയത്തിലെ രസകരമായ കടും കൈയാണ്. ഇപ്പോൾ നികേഷ് കുമാർ CPM-ലേക്ക് ഇറങ്ങിയതാണ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന്. ഇറങ്ങിയതോ ചാടിയതോ ചാടിച്ചതോ എന്നത് മറ്റൊരു വിഷയം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നയതന്ത്ര മാർഗത്തിൽ സ്വർണ്ണക്കടത്തിന് സഹായവും കണ്ണൂരിൽ CPM നേതൃത്വത്തിന് തടലും സ്വർണ്ണക്കടത്തുകാർക്ക് സംരക്ഷണം നൽകലും നടക്കുന്ന ആരോപണം വരുമ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവി, മുഖ്യമന്ത്രിയുടെ മകളുടെ മേലുള്ള ആരോപണം, മുഖ്യമന്ത്രിക്ക് കോടതി നോട്ടീസ് തുടങ്ങിയ വിവാദങ്ങളിൽ CPM അതീവ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഒരാൾ പൂർണ്ണ പ്രവർത്തനത്തിന് പാർട്ടിയിലേക്ക് തൊഴിലുപേക്ഷിച്ച് എടുത്തു ചാടുന്നു എന്നത് അസാധാരണ സംഭവമാണ്. മാധ്യമപ്രവർത്തകരെ കുറിച്ച് ഒരു പറച്ചിലുള്ളത് ഓർമ്മ വരുന്നു. തീപിടുത്തമുണ്ടായ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ ഓടുമ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലും ഓടിക്കയറുന്നുണ്ടെങ്കിൽ അയാൾ മാധ്യമ പ്രവർത്തകനാണ് എന്ന്. പക്ഷേ തീപിടുത്തം അണയ്ക്കാൻ കിണർ സഹായമാണെന്നൊക്കെ ഒരു യുക്തി വേണം. ശരിയാണ്, MVR-നെ കഴിഞ്ഞേനെ, മകന് കഴിയുമോ എന്നതിലാണ് ശങ്ക. MVR-ന്റെ മകൾ ഗിരിജ പണ്ട് ഇങ്ങനെ CPM കൂടാരത്തിൽ ചെന്നു, ഫലിച്ചില്ല. മറ്റൊരു മകൻ മാധ്യമപ്രവർത്തകൻ MV ഗിരീഷ്, സഹോദരൻ നികേഷ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലത്ത് എന്തുകൊണ്ടാ പിന്തുണയ്ക്കില്ല എന്ന് വിശദീകരിച്ച് എഴുതിയ ഒരു കത്ത് ഉണ്ട്. അതിലെല്ലാം ഉണ്ട്. ജ്യേഷ്ഠ സഹോദരന്റെ ഉപദേശം അടക്കം പ്രവചനങ്ങൾ സഖി.